Good evening, ma'am. എൻ്റെ പേര് ഡാനിഷ്. ഞാൻ ആർബസിൽ സുൽത്താൻ ബത്തേരി എഡ്യൂക്കേഷൻ സ്കൂളിലാണ്. ഞാൻ ടീച്ചേഴ്സ് ട്രെയിനീസാണ്. അപ്പോൾ ഞങ്ങളുടെ വൈസ് പ്രിൻസിപ്പളും ഞങ്ങളുടെ രണ്ട് റെപ്രസെൻറ്റേറ്റീവും വന്നിട്ടുണ്ട്. ആദ്യമേ തന്നെ ഈ ഒരു ആദ്യം നന്ദി പറയുകയാണ്. കാരണം വളരെ നല്ലൊരു ഐഡിയ ആണ്. കാരണം നമ്മളൊക്കെ ഒന്നിലൊരു ഇന്റർ കോളേജ് കോഴിക്കോട് നമുക്ക് ഇന്റർ ടൂർണമെന്റ് അങ്ങനെയൊക്കെയാണ് എല്ലാ കോളേജുകളും നമുക്ക് ബന്ധം വരാറ്. അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ബേസിൽ മാത്രം നമ്മൾ സോൺ ബേസിൽ കലോത്സവമൊക്കെ നടത്താറുണ്ട്. വയനാട്ടിൽ മൊത്തം കോളേജുകളിൽ ഈ ഒരു കണക്ടിവിറ്റി കൊണ്ടുപോകാൻ വേണ്ടി ഞങ്ങൾ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത് ഗ്രേറ്റ് ഐഡിയ തോന്നുന്നു. അതോടൊപ്പം തന്നെ ചേർത്ത് പറയാനുള്ള നല്ല കാര്യമാണ്. ഇങ്ങനെ ഒരു ടീം ബിൽഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ല കാര്യമാണ്. ഞാൻ റെസിഡൻസ് കോളേജിൽ തന്നെ ഇവിടെ ലാൻഡ്സ്ലൈഡ് ഉണ്ടായ സമയത്ത് ഞങ്ങൾ കുറച്ച് വോളണ്ടിയേഴ്സ് പോയി പ്രവർത്തിച്ചിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ റെസിഡൻഷ്യൽ സ്കൂൾ രാജീവ് റെസിഡൻഷ്യൽ സ്കൂളിൽ ഞങ്ങളുടെ വിദ്യാർത്ഥികൾ പോയിട്ട് എല്ലാ ശനി ഞായർ ദിവസങ്ങളൊക്കെ സ്പെഷ്യൽ അറ്റൻഷൻ വേണ്ട സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നമ്മൾ ക്ലാസ്സൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എല്ലാവരും തന്നെ റീഡിംഗ് ആണ്. എല്ലാവരും ഓരോ രീതിയിൽ അവരവരുടെ രീതിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഒരു സെൻട്രലൈസ്ഡ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. അതുകൊണ്ടാണ് ഈ ഐഡിയ പറഞ്ഞത്. വിദ്യാർത്ഥികൾ തന്നെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ആണെങ്കിൽ പോലും ജസ്റ്റ് ഒരു നമ്മുടെ ജില്ലാ അതോറിറ്റി കഴിയുന്ന ഒരു കറക്റ്റ് ഗൈഡൻസ് ഉള്ള ഒരു ടീമിനെ കറക്റ്റ് പ്രോപ്പറായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ഡിഗ്രി PG അറിയാം. ഈ ഒരു സാഹചര്യത്തിൽ ടീച്ചർ ക്രൈസിസ് കൂടെ പോകുന്ന കാര്യമാണ്. കാരണം എല്ലാവരും ഫ്യൂച്ചറായിട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ കുട്ടികൾ ഡിഗ്രി PG പോലുള്ള കോഴ്സുകൾ എടുക്കുന്നില്ല. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. പ്രോപ്പറായിട്ട് ഒരു ചാനലും അതായത് ഞങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ചാനലില്ല. അപ്പോൾ കളക്ടറേറ്റിങ്ങോ അല്ലെങ്കിൽ നമ്മുടെ അതോറിറ്റിയുടെ ഭാഗത്ത് പ്രോപ്പർ ഗൈഡൻസോടുകൂടി ഒരു കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് മനസ്സിലാക്കാറുണ്ട്. ഞങ്ങളുടെ ഇന്റർവ്യൂ കാര്യങ്ങൾ പറഞ്ഞല്ലോ. അവിടെ ഞങ്ങൾ റെസിഡൻഷ്യൽ സ്കൂളിൽ ഞങ്ങൾ ക്ലാസ് എടുക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ സീനിയേഴ്സ് പറഞ്ഞ മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് ഇപ്പോൾ ട്രൈബൽ എഡ്യൂക്കേഷൻ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ കുട്ടികളുടെ അതായത് അവരെ കമ്മ്യൂണിറ്റി മാത്രം റെസിഡൻഷ്യൽ സ്കൂൾ എന്ന് പറയുമ്പോൾ അവരുടെ കമ്മ്യൂണിറ്റി മാത്രം ഇന്ററാക്ട് ചെയ്യുന്നുള്ളൂ. പുറത്തേക്ക് എക്സ്പോഷർ വരുന്നു. നമ്മുടെ ഇവിടെ തന്നെ ട്രൈബൽ ഏരിയയിൽ വളർന്നുന്ന കുട്ടികളാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവരെല്ലാവരും ഇന്ററാക്ട് ചെയ്ത് പുസ്തകങ്ങൾ പഠിച്ച കുട്ടികളാണ് കൂടുതൽ വളർന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഇന്ററാക്ഷൻ കൊടുക്കാൻ വേണ്ടി നല്ലതായിരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ള വിദ്യാർത്ഥികൾ എന്ന നിലയിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഞങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവും. പ്രോപ്പറായിട്ടൊരു കമ്മ്യൂണിറ്റി വലിയ ഫോർമൽ ആയിട്ടൊരു കമ്മ്യൂണിറ്റി ഇൻഫോർമൽ ആയിട്ടാണെങ്കിലും എല്ലാ കോളേജുകളിലും ബന്ധമുണ്ടെങ്കിൽ അതായത് ഏറ്റവും ചീപ്പായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഉദാഹരണം കോളേജിലെ വിദ്യാർത്ഥികളുള്ളത്. കാരണം നമുക്ക് ഒരുപാട് ലീഷർ ടൈം ഉണ്ട്. ഞങ്ങൾ വിദ്യാർത്ഥികൾ അത്ര ഉണ്ടാവില്ല. UG PG കോഴ്സ് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ ചെയ്തതാണല്ലോ. ഒരുപാട് ലീഷർ ടൈം ഉണ്ട്. അപ്പം നമുക്ക് ഇതിന് അതായത് ട്രൈബൽ എഡ്യൂക്കേഷൻ അപ്പുറത്തേക്കും പിന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അപ്പുറത്തേക്കും നമുക്ക് ടൂറിസം കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയുന്ന ആൾക്കാരും നമ്മൾ ലോക്കൽ ഏരിയയിൽ കൂടുതൽ ആക്സസ് ഉള്ള ആൾക്കാരാണ്. അപ്പം ഞങ്ങൾ വിദ്യാർത്ഥികൾക്ക് ചെറിയൊരു എന്തെങ്കിലും ഒരു അതായത് ഒരു പാർട്ട് ടൈം പോലെ ഒരു ചെറിയൊരു ഇത് കൊടുത്തിട്ട് ടൂറിസത്തിലൊക്കെ വേണ്ടിയാണ് ഒരു അവസരം തരുവാണെങ്കിൽ അത് വളരെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റി ഒരു ഗ്രൂപ്പ് ബിൽഡ് ചെയ്ത് ഇവിടെ നിന്ന് പോകാതെ പ്രോപ്പറായിട്ട് ഒരു ഫോളോ അപ്പ് കൊടുത്തൊരു